ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യും? നമ്മളിങ്ങനെ ഈ സിമെട്രീസ് നമ്മൾ S3 ആണ് ഈ പറഞ്ഞ ഡൈഹെഡ്രൽ ഗ്രൂപ്പായ D3 എന്ന് പറഞ്ഞ രണ്ടും സെയിം പെർമ്യൂട്ടേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഈ സിമെട്രീസ് എഴുതുമ്പോഴും മറ്റേ നമ്മുടെ S3-ക്കകത്തിലെ എല്ലാ പെർമ്യൂട്ടേഷൻസും എഴുതുമ്പോഴും കിട്ടുന്നത് സെയിം ആയിട്ടാണ്, ഒരേപോലെയാണ് കിട്ടുന്നത്. അതേപോലെ DN എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രീസ്, അത് പക്ഷേ സിമെട്രീസ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണേ വരത്തുള്ളൂ, എല്ലാം കൂടെ വരത്തില്ല. കാരണം നമ്മൾ S4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ 24, 3, 12, 2, 24 എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ D4-നകത്തിൽ ആകെ 8 എലമെൻറ്റ്സേ ഉള്ളൂ. അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും, 8 പേരോട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിനെ നമ്മൾ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. D4 ഫോർത്ത് ഡൈഹെഡ്രൽ ഗ്രൂപ്പ്, D3 തേർഡ് ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ സബ് ഗ്രൂപ്പ് ഡയഗ്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്.